ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പുമാവ് എടുത്തിട്ടുണ്ട്. ഇതത്ര റിച്ച് ആയിട്ടുള്ള ഉപ്പുമാവൊന്നും അല്ല കേട്ടോ. അധികം വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാതെ നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാക്കുന്നൊരു തട്ടിക്കൂട്ട് ഉപ്പുമാവ്. ഞാനിതൊന്ന് ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറി വെക്കുന്ന പരിപ്പുണ്ടല്ലോ, അതൊന്ന് പകുതി വേവിച്ചിട്ട് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാവണം, നന്നായിട്ട് കുക്കായി പോകണ്ട. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ട് കുറച്ച് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മയോണൈസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി, പിന്നെ അതുപോലെ ഉപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ അതുപോലെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, അതെല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കണേ. പിന്നെ നല്ലൊരു ടൈറ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് മയോണൈസ് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മയോണൈസ് അധികം ലൂസ് ആവാതെ നോക്കാം കേട്ടോ. പിന്നെ കുറച്ചുകൂടി ഡോ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇനി ഞാൻ ബാക്കിയുള്ളതുകൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ ഒരു മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇതൊന്ന് വെക്കണം. അപ്പോൾ ഞാനതൊന്ന് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ എല്ലാം മുട്ടയുടെ മിക്സിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നൊരു റെസിപ്പി കണ്ടിരുന്നു കേട്ടോ. കട്ട്ലറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ മയോണൈസ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പുമാവ് ബാക്കി വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് അധികം അങ്ങ് ഫോഴ്സ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഇളം ചൂടിൽ ഇതിങ്ങനെ പൊളിക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മയോണൈസിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.